ഹലോ TCS NQT 2026 ഈ വർഷത്തെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാർച്ച് 20 വരെ ടൈമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും എത്രയും വേഗം അപ്ലൈ ചെയ്യുക. BPOയും ITയും രണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാൻസ് കളയണ്ട, എത്രയും വേഗം ചെയ്യുക. മാർച്ച് 10 മുതൽ എക്സാംസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സാംസ് ആദ്യം അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രയും വേഗം ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവരുടെ പേജിൽ തന്നെ ഉണ്ട്. 6 സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, സിമ്പിളാണ്. സോ അവരുടെ പോർട്ടലിൽ കയറുക, TCS നെസ്റ്റ് പോർട്ടൽ. ആ ഒരു പോർട്ടലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ലാഗ് ഉണ്ടാവും. കുറേ പേര് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന് ചെയ്യാം. ഞാൻ തന്നെ ഇപ്പോൾ 2-3 നോക്കിയാൽ മേളിൽ കാണാം. 2-3 പേജിൽ കയറിയിട്ട് ഒരെണ്ണം എന്തോ ലോഡായിട്ടുള്ളൂ. ബാക്കി ഞാനിങ്ങനെ ലോഡാകാൻ വേണ്ടി കുറേ പേജ് ഒരുമിച്ച് എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആൻഡ് ലോഡായ പേജ് ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം എഴുതിയതാണ്. അപ്പോൾ എനിക്ക് ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്ത് കയറിയാൽ മതി. രജിസ്റ്റർ ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ ഈ കാറ്റഗറി BPO അല്ലെങ്കിൽ IT ഏതെങ്കിലും ചൂസ് ചെയ്യുക. ഞാൻ IT ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ MCA കഴിഞ്ഞായതുകൊണ്ട് ഞാൻ IT ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ITയുടെ എക്സാമാണ് എഴുതിയത്. BPOയുടെ എനിക്ക് അത്രയും കറക്റ്റായിട്ട് അറിയില്ല. അതും സിമ്പിളാണെന്നാണ് എല്ലാവരും പറയുന്നത്. സോ ITയുടെ അടുത്താണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചൂസ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ സാധാരണ PSC SSC എല്ലാ എക്സാംസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ നമ്മുടെ ഡീറ്റെയിൽസ്, മെയിൽ ID, മൊബൈൽ നമ്പർ, ക്വാളിഫിക്കേഷൻ SSC, +2, ഡിഗ്രി, PG ഉണ്ടെങ്കിൽ PG ആൻഡ് ഫോട്ടോ, സിഗ്നേച്ചർ അങ്ങനെയൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്ലൈ ഫോർ ഡ്രൈവ് കാണാൻ പറ്റും. അതുപോലെ ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ 3 ഇത് ഓപ്ഷൻസ് ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതിൽ അപ്ലൈ ഫോർ ഡ്രൈവിൽ ചെന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഈ നടക്കുന്ന NQT ഡ്രൈവിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ സ്കില്ല് പൈത്തൺ ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ടെസ്റ്റ് സെൻറ്റർ 3 ചൂസ് ചെയ്യാം. കേരളത്തിൽ എനിക്കൊന്ന് 5-6 സെൻറ്റേഴ്സ് എന്തോ ഉണ്ട്. എറണാകുളം, കൊല്ലം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ എന്തോ. അപ്പോൾ ഞാൻ 3 ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചൂസ് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഡ്രൈവിന് അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മെയിൻലി ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി. അതെൻ്റെ ഫോൾട്ടല്ല, അവരുടെ പ്രോബ്ലം തന്നെയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രജിസ്റ്റർ ചെയ്ത ടൈമിൽ എൻ്റെ PG കൊടുക്കാതെ UG ഡിഗ്രി വെച്ച് മാത്രമാണ് അപ്ലൈ ചെയ്തത്. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു PGയും കൂടെ കൊടുക്കണമായിരുന്നു എന്ന്. പിന്നെ ഞാൻ അവരുടെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളത് ആദ്യം ചെയ്തത് ഡിലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ സെക്കൻഡ് ഒന്നുകൂടെ ആദ്യം തൊട്ട് ചെയ്യാൻ. പിന്നെ ഞാൻ ആദ്യം തൊട്ട് വീണ്ടും ചെയ്തു. ID ഒക്കെ എടുത്തു, വീണ്ടും രജിസ്റ്റർ ചെയ്ത് PG കൊടുത്ത് ചെയ്തു. ആൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞു ഹോൾ ടിക്കറ്റ് ഒന്നും എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി തിരിച്ച് വന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഹോൾ ടിക്കറ്റ് വരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആദ്യം എഴുതിയ ഹോൾ ടിക്കറ്റ് ആദ്യം അപ്ലൈ ചെയ്തതായിരുന്നു എന്ന്. ഞാൻ അത്രയും ഹോൾ ടിക്കറ്റ് നമ്പർ ശ്രദ്ധിച്ചില്ല. കാരണം ഞാനത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അത് വരുമെന്ന് ഓർക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തായാലും കൺസേൺഡ് ആയില്ല. ഞാൻ 2ാമത്തത് എഴുതി. പിന്നെ അവരുടെ ഫോൾട്ട് ആയതുകൊണ്ട് തന്നെ അവർ ആദ്യത്തത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് സെക്കൻഡ് തന്നെയാണ് വാല്യൂ ചെയ്തത്. സെക്കൻഡാണ് എനിക്ക് കിട്ടിയതും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ഇൻ്റർവ്യൂ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചെറിയ ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മാസ് റിജക്ഷൻ ആയിരുന്നു. കുറേ പേരുടെ ഹോപ്പൊക്കെ വെറുതെ പോയി. പിന്നെ ഇവരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മാസിൽ എക്സാം എഴുതിയാലും റിസൾട്ട് വരുമ്പോൾ ഒക്ടോബർ, നവംബർ. എനിക്ക് റിജക്ഷൻ മെയിൽ വന്നത് ഒക്ടോബർ 13 എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഇത് വരുന്ന നോക്കിയിരിക്കാതെ കുറേ അപ്ലൈ ചെയ്യുക. നമുക്ക് വേറെ എല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുമെങ്കിൽ വേറെ പോകുക, ഇത് കിട്ടുവാണെങ്കിൽ ഇതിലേക്ക് പോവുക. അപ്പം ഇതിനു വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം കളയരുത്. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ ഞാൻ വീഡിയോസ് ഇനി നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.